നമസ്കാരം. ഗംഗാവാലിപ്പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാർവാന SP M നാരായണ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഇന്ന് 10ാം നാൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ട്രക്ക് തലകീഴായി മറിഞ്ഞ നിലയിലാണെന്നും ഇന്നലെ SP പറഞ്ഞിരുന്നു. ഡ്രോൺ, റഡാർ പോലുള്ള കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുമെന്നും തെരച്ചിൽ പൂർത്തിയാകും വരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ലെന്നും SP വ്യക്തമാക്കുകയും ചെയ്തു. ട്രക്കിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടോയെന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്നും അതിനുശേഷമേ വാഹനം പുറത്തെടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി പരിശോധന നടത്തും. ഭാരിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രക്ക് ഉയർത്തും. പ്രത്യേക യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാകും ഇന്ന് തെരച്ചിൽ നടത്തുക. കനത്ത മഴയെ തുടർന്ന് പുഴയിൽ നീരൊഴുക്ക് കൂടിയതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നലെ ട്രക്കിനടുത്തേക്ക് എത്താനായിരുന്നില്ല. ഡൽഹിയിൽ നിന്നുള്ള അത്യാധുനിക റഡാർ സംവിധാനം ഇന്ന് രാവിലെ ഷിരൂരിലെത്തിക്കും. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ ദൗത്യം ഫലം ലക്ഷ്യത്തിലെത്തുമെന്നും SP പറഞ്ഞു. റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം കാർവാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കരനാവികസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ അദ്ദേഹം ട്രക്ക് എവിടെയാണുള്ളതെന്ന് കൃത്യമായി പറയാൻ പരിശോധന നടത്തണമെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ട്രക്ക് കണ്ടെത്തിയത്. നിലവിൽ പുഴയിൽ രൂപപ്പെട്ട മൺകൂനയ്ക്കും കരയ്ക്കും ഇടയിലാണ് ട്രക്കെന്നാണ് റിപ്പോർട്ട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി 10 മണിവരെ തുടർന്നിരുന്നു. ദൗത്യവുമായി ബന്ധപ്പെട്ട് കരസേനയും നാവികസേനയും ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വച്ചു. ട്രക്ക് പുറത്തെടുക്കുക എന്നതിനല്ല പ്രഥമ പരിഗണന, അർജുനെ കണ്ടെത്തുന്നതിനാണെന്ന് സൈന്യം അറിയിച്ചു. ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന. പിന്നീട് ട്രക്ക് പുറത്തെടുക്കാൻ ശ്രമിക്കും. മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോറി പുറത്തെടുക്കാനുള്ള വഴി കൊളുത്തിട്ട് ഉയർത്തലാണെന്ന് സൈന്യം അറിയിച്ചു. അതിനും സ്കൂബ ഡൈവേഴ്സ് താഴേക്കിറങ്ങി ട്രക്കിന്മേൽ കൊളുത്തിട്ട് ഉറപ്പിച്ച് തിരികെ കയറണം. അതിനുശേഷം ഭാര ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രക്ക് ഉയർത്തണം. അതിനുള്ള അടിസ്ഥാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമെന്നും നടപടി പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു. ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അന്തിമ പ്ലാൻ നടപ്പിലാക്കാനാണ് തീരുമാനം. സ്ഥലത്തേക്ക് ഡ്രോണുകളടക്കം കൂടുതൽ സന്നാഹങ്ങൾ ഇന്ന് എത്തിക്കും. കരയിൽ നിന്നും 40 മീറ്റർ അകലെയാണ് 15 മീറ്റർ താഴ്ചയിൽ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. കനത്ത മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നത് തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഗംഗാവാലിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇന്ന് 10ാം ദിവസം അർജുനെ കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത്രയും ദിവസം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ ഇന്നലെയാണ് അർജുന്റെ ലോറി പുഴയിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബയാരെ ഗൌഡയാണ് ആദ്യം സ്ഥിരീകരിച്ചത്. പിന്നാലെ കണ്ടെത്തിയത് അർജുന്റെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുകയായിരുന്നു. അർജുന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് ഉള്ളതെന്ന് ഉത്തര കന്നഡ SP നാരായണ പറഞ്ഞു.